ആവി പറക്കുന്ന പുട്ടും ചൂട് കടലക്കറിയുമാണ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. പുട്ടും കടലക്കറിയും അത് വല്ലാത്തൊരു കോമ്പിനേഷൻ തന്നെയാണ്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 3 ഗ്ലാസ് അരിപ്പൊടിയും ഒരു മുറി തേങ്ങ ചിരകിയതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ പുട്ടുപൊടിയിലേക്ക് ഒരു അര സ്പൂൺ ജീരകവും ആവശ്യത്തിന് ഉപ്പും ഞാൻ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം ഒരു 1.25 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ഈ പുട്ടുപൊടി നനയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ വെള്ളം നമ്മൾ എല്ലാം കൂടി ഒരുമിച്ച് ഒഴിക്കരുത്. ഇച്ചിരീശെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക. അപ്പോൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് അത് നനച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് നമ്മുടെ പുട്ടുപൊടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുകുറ്റി എടുക്കാം. അതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതിടാം. പിന്നെ ഒരു കൈപ്പിടി നനച്ച പുട്ടുപൊടി ഇടാം. പിന്നെ കുറച്ച് തേങ്ങ ഇടാം. പിന്നെ വീണ്ടും ഒരു കൈപ്പിടി പുട്ടുപൊടി ചേർക്കാം. പിന്നെ അവസാനം കുറച്ച് തേങ്ങ ചിരകിയതിട്ടിട്ട് നമുക്കത് അടച്ച് വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് ആവിയിൽ വേവിച്ചെടുക്കാം. ഇത് നമ്മുടെ പുട്ടുകുറ്റി കണ്ടോ, കുറച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് നല്ല രീതിയിൽ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നല്ല രീതിയിൽ ആവി പറക്കുന്നത് കാണാം. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ദേ നോക്കിക്കോ, ദേ നമ്മുടെ പുട്ട് ഇപ്പോൾ റെഡിയായിട്ട് ഇപ്പോൾ പുറത്തേക്ക് ചാടുട്ടോ. ചാട്. അതെ കണ്ടോ. അപ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി കടലക്കറിയാണേ.